എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് റിവിഷൻ ചെയ്താലോ. അപ്പോൾ എല്ലാവരും പഠിച്ച് സെറ്റായിട്ടിരിക്കുമെന്നറിയാം. അപ്പം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണോ എന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ടൈമർ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല, നിങ്ങൾ പോസ് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്തുക. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കിയാലോ. ഇത് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത് സൈക്കോളജിയുടെ ഒരു ബ്രാഞ്ചാണെന്നും അത് ഡീൽ ചെയ്യുന്നത് എന്താണ്, ടീച്ചിങ്ങിനെ കുറിച്ചും ലേണിങ്ങിനെ കുറിച്ചും പഠിപ്പിക്കുന്നതിനെ കുറിച്ചും പഠിക്കുന്നതിനെ കുറിച്ചുമാണ് പറഞ്ഞത്. ആരാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആര് പറഞ്ഞാന്നാണ് ചോദിക്കുന്നത്. ഏതാണ് ആൻസർ? ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്കിന്നർ. അടുത്ത എന്താണ്, പശ്ചാത്ഗമനം അല്ലെങ്കിൽ റിഗ്രഷൻ എക്സാമ്പിൾ എന്താണ്? എല്ലാവരും ഇങ്ങനെ മലയാളം മാത്രമല്ല ഇംഗ്ലീഷും കൂടെ പറയാൻ പറഞ്ഞതുകൊണ്ടാണ് അതുകൂടെ ഉൾപ്പെടുത്തിയത്. എന്താണ് റിഗ്രഷൻ എക്സാമ്പിൾ? ആൻസർ ഓപ്ഷൻ സി ആണ്, റിട്ടേണിംഗ് ടു ആൻ ഏർലിയർ ഏജ് ടു കോപ്പ് വിത്ത് സിറ്റുവേഷൻ. നമ്മുടെ സിറ്റുവേഷനെ നേരിടാൻ വേണ്ടിയിട്ട് നമ്മൾ പഴയ പ്രായത്തിലേക്ക് മടങ്ങുന്നു. ജോലി സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്ക് അവിടെ ഭയങ്കര തലവരിപ്പിക്കുന്ന വർക്കുകളും ബോസിൻ്റെ വഴക്കും ഇതൊക്കെ കേട്ടോണ്ട് വീട്ടിൽ വരുന്ന സമയത്ത് കുട്ടിക്ക് 2 അടിയും കൊടുത്ത് ഭാര്യയ്ക്ക് 2 വഴക്കും കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ദേഷ്യം ഇച്ചിരി അങ്ങ് തണുക്കും. ഇതിനെ പറയുന്ന പേരെന്തെന്നാണ് ചോദിക്കുന്നത്. അതായത് ജോലി സ്ഥലത്ത് മോശം ദിവസമായതിനാൽ ഒരു വ്യക്തി തൻ്റെ കുട്ടിയോടോ ഭാര്യയോടോ ദേഷ്യപ്പെടുമ്പോൾ ഏത് തരത്തിലുള്ള പ്രതിരോധ സംവിധാനമാണ് ഉപയോഗിക്കുന്നത്? ഏതാണ് ആൻസർ? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഡിസ്പ്ലേസ്മെൻറ്റ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂം? കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂമിൻ്റെ സവിശേഷത എന്താണ്? എന്താണ് ആൻസർ? കിട്ടി കാണുമല്ലോ. ഓപ്ഷൻ ബി ആണ്. എന്താണ്, കുട്ടികൾ എന്തോ ചെയ്യുന്നു, എക്സ്പെരിമെൻറ്റ്സ് ചെയ്യുന്നു, ഒരു നിഗമനത്തിൽ എത്തിച്ചേരുന്നു, അവരുടെ ഫൈൻഡിങ്സ് താരതമ്യം ചെയ്യുന്നു. ഇതൊക്കെയാണ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂമിൻ്റെ സവിശേഷതകൾ. അടുത്ത ചോദ്യം, നിങ്ങളുടെ ക്ലാസ് റൂമിൽ വൈഗോട്സ്കിയുടെ സിദ്ധാന്തങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ ഏത് ഓപ്ഷനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്? എന്തൊക്കെയാണ്? സ്കഫോൾഡിംഗ് ഉണ്ട്, ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റീസ് ഉണ്ട്, ലേണിംഗ് സ്റ്റൈൽസ് ഉണ്ട്, ഡിസ്കവറി ലേണിംഗ് ഉണ്ട്. നമുക്കറിയാം ഇതിൽ വൈഗോട്സ്കിയുമായിട്ട് ബന്ധപ്പെട്ടത് സ്കഫോൾഡിംഗ് ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സ്കഫോൾഡിങ്ങിനെ കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് പല രീതിയിലും ചോദിക്കാറുണ്ട് കേട്ടോ. ഇത് വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. താഴെ പറയുന്ന മെത്തേഡിൽ ലേണിംഗ് ബൈ ഡൂയിങ് തിയറിയുമായിട്ട് ബേസ് ചെയ്തിരിക്കുന്ന മെത്തേഡ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, പ്രശ്ന പരിഹരണ രീതി അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് മെത്തേഡ്. നമ്മൾ തോണ്ടേക്കിൻ്റെ ലോ ഓഫ് എക്സസൈസ് അല്ലെങ്കിൽ അഭ്യാസ നിയമത്തെക്കുറിച്ച് പഠിച്ചില്ലേ? അതെന്താണ് താഴെ പറയുന്നതിൽ അർത്ഥമാക്കുന്നത്? അപ്പോൾ എന്താണ്, നമ്മൾ ഓരോ കാര്യങ്ങൾ ആവർത്തിച്ച് പഠിക്കുമ്പോഴാണ് നമ്മുടെ ഓർമ്മയിൽ നിലനിർത്തുന്നത് അല്ലേ? അതാണ് ലോസ് ഓഫ് എക്സസൈസിൽ അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഏത് ഓപ്ഷനാണ് കറക്റ്റ്? ഓപ്ഷൻ സി ആണ്, റെപ്പറ്റീഷൻ ഓഫ് ദ ആക്ടിവിറ്റി ഫോർ മോർ റിട്ടൻഷൻ. കൂടുതൽ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്തോ ചെയ്യുന്ന ഒരു പ്രവർത്തനം ആവർത്തിച്ച് അഭ്യസിക്കണം. കുട്ടിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ലെന്ന് അവരുടെ മാതാപിതാക്കൾ നിരന്തരം പറയുമ്പോൾ ഇതേത് ഘട്ടത്തിലെ വികാസത്തിൻ്റെ പ്രതികൂല ഫലമാണ്? എറിക്സൻ്റെ സ്റ്റേജസ് ആണ് ചോദിക്കുന്നത്. നമ്മൾ ചെറുതിലെ ഡ്രസ്സ് ഇടുന്ന സമയത്ത് നിനക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നിനക്കതൊന്നും ഇടാൻ പറ്റത്തില്ല, ഇങ്ങ് കൊണ്ടുപോവാ എന്ന് പറയത്തില്ലേ? ഏതാണ്? രണ്ടാമത്തെ സ്റ്റേജായ ഓട്ടോണോമി വേഴ്സസ് ഡൗട്ടാണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. അടുത്ത ചോദ്യം, ദ കണ്ടീഷൻസ് ഓഫ് ലേണിംഗ്. കണ്ടീഷൻസ് ഓഫ് ലേണിംഗ് എന്നാട്ടോ പറഞ്ഞേക്കുന്നത്. കണ്ടീഷൻ്റെ റിഫ്ലക്സസ് എന്ന് പറഞ്ഞ് മറ്റൊരു പുസ്തകമുണ്ട്, പാവ്ലോൻ്റെ പുസ്തകമാണ്. ഇത് കണ്ടീഷൻസ് ഓഫ് ലേണിംഗ് ആണ്. ഈ ബുക്ക് ആരുടെയാന്ന് ചോദിച്ചാൽ ഗാഗ്നിയുടെയാണ് കേട്ടോ. ലേണിംഗ് ഈസ് എ പ്രോസസ് ഓഫ്. ലേണിംഗ് എന്ന് പറയുന്നത് ഒരു പ്രക്രിയയാണ്. എന്താണ് താഴെ പറയുന്നത് ഏതാണ് കറക്റ്റായിട്ടുള്ളതെന്ന് കണ്ടുപിടിച്ചേ. അനുഭവത്തിലൂടെയാണ് നമ്മൾ പഠിക്കുക എന്ന് പറയത്തില്ലേ, അവിടെ അതാണ് കറക്റ്റായിട്ട് വരുന്നത്. ഈഡിപ്പസ് കോംപ്ലക്സ് മീൻസ്. ഈഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്ര കോംപ്ലക്സും ഒക്കെ ആരുടെയാണെന്ന് ചോദിച്ചാൽ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെയാണ്. ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്? ആൺകുട്ടികൾക്ക് അമ്മയോടുള്ളൊരു സ്നേഹമാണ്. WAIS. ഇതെവിടെ നമ്മൾ കണ്ടത്? ഇൻ്റലിജൻസ് ടെസ്റ്റിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. WAISൻ്റെ പൂർണ്ണരൂപം എന്താണ്? വെഷ്ലർ അഡൾട്ട് ഇൻ്റലിജൻസ് സ്കെയിൽ എന്നാണ്. ഓപ്ഷൻ ബി. അപ്പോൾ ക്ലാസ്സിൽ ടീച്ചർ നൽകുന്ന എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായ സമയത്ത് കൃത്യമായിട്ട് ചെയ്യുന്നതിൽ കുട്ടിക്കൊരു സന്തോഷമുണ്ട് അല്ലേ? അപ്പോൾ അതെന്താണ്? ഇൻട്രിൻസിക് മോട്ടിവേഷനാണോ എക്സ്ട്രിൻസിക് മോട്ടിവേഷനാണോ? കുട്ടിയുടെ ഉള്ളിൽ നിന്ന് വരുന്നതുകൊണ്ട് ആന്തരിക അഭിപ്രേരണയാണ്. ഓപ്ഷൻ എ. എറിക്സനുമായിട്ട് ബന്ധപ്പെട്ട ആശയം തിരഞ്ഞെടുക്കുക. ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഐഡൻറ്റിറ്റി ക്രൈസിസ് അല്ലെങ്കിൽ ജീവിത പ്രതിസന്ധി.
ഈഗോ അല്ലെങ്കിൽ അഹം എന്ന് പറയുന്നത് നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ മോഡലിംഗ് ആൽബർട്ട് ബന്ദൂര, പ്രബലനം അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെൻറ്റ് സ്കിന്നറുമായിട്ട് ബന്ധപ്പെട്ട ആശയമാണ്. അടുത്ത ചോദ്യം, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ലേണിംഗ് ഡിസേബിൾഡ് ചൈൽഡ്? താഴെ പറയുന്നതിൽ ലേണിംഗ് ഡിസേബിൾഡ് അല്ലെങ്കിൽ പഠന വൈകല്യമുള്ള കുട്ടിയുടെ സവിശേഷതയിൽ പെടുന്നത് ഏതാണ്? ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളുടെ സവിശേഷത എന്ന് പറയുന്നത് അവർക്ക് ശരാശരി ബുദ്ധി അല്ലെങ്കിൽ നോർമൽ ഇൻ്റലിജൻസ് ആയിരിക്കും. ഓപ്ഷൻ ബി. താഴെ പറയുന്നതിൽ ഏതാണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ വളർച്ചയും വികാസത്തെയും ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഘടകം? നമുക്കറിയാം എൻവയോൺമെൻ്റ് ആണ്. ഓപ്ഷൻ എ. താഴെ പറയുന്നതിൽ ഒരു ടീച്ചർ ഒഴിവാക്കേണ്ടത് ഏതാണ്? നമ്മൾ പ്രബലനം അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം, പോസിറ്റീവും കൊടുക്കണം, നെഗറ്റീവും കൊടുക്കണം. അടിയും നുള്ളും പിച്ചും ഒന്നും കൊടുക്കണ്ട അല്ലേ? ശിക്ഷയാണ് ഒഴിവാക്കേണ്ടത്. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, മൈക്രോ ടീച്ചിങ് എപ്പോഴാണ് കൂടുതൽ എഫക്റ്റീവ് ആവുന്നത്? എപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഫലപ്രദമാവുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. എപ്പോഴും ഫലപ്രദമാവുമോ അതോ നമ്മുടെ ടീച്ചിങ് പ്രാക്ടീസിന് ശേഷമാണോ, ടീച്ചിങ് പ്രാക്ടീസ് സമയത്താണോ, അല്ലെങ്കിൽ ടീച്ചിങ് പ്രാക്ടീസിൻ്റെ പ്രിപ്പറേഷൻ സമയത്താണോ? ഏതാണ് കറക്റ്റ്? നമ്മൾ ടീച്ചിങ് പ്രാക്ടീസ് നടക്കുന്ന സമയത്ത് അല്ലേ, ആ സമയത്താണ് മൈക്രോ ടീച്ചിങ് മോർ എഫക്റ്റീവ് ആവുന്നത്. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, ആധുനിക പഠന സിദ്ധാന്തം അല്ലെങ്കിൽ മോഡേൺ ലേണിംഗ് തിയറിയുടെ ഫാദർ ആരാണ് മോഡേൺ ലേണിംഗ് തിയറിയുടെ ഫാദർ? ഓപ്ഷൻ ഡി ആണ്, ഇവാൻ പാവ്ലോവ്. കുട്ടികളിൽ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാനും ദുശീലങ്ങൾ ഇല്ലാതാക്കുന്നതിനും താഴെ പറയുന്നതിൽ ഏത് സിദ്ധാന്തമാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഏതാണ് കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, പാവ്ലോസ് ക്ലാസിക്കൽ കണ്ടീഷനിങ് അല്ലെങ്കിൽ പാവ്ലോവിൻ്റെ പൗരാണിക അനുബന്ധന സിദ്ധാന്തം. അപ്പോൾ ഇത് ഒരാൾ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. കുട്ടി എന്തോ ചെയ്യുന്നു? നമ്മുടെ ലോകത്തെക്കുറിച്ചും നമ്മുടെ ചുറ്റുപാടിനെക്കുറിച്ചുമൊക്കെ കുട്ടി സ്വയം നോളേജ് കൺസ്ട്രക്റ്റ് ചെയ്ത് മനസ്സിലാക്കുവാണ് അല്ലേ. അപ്പോൾ ഇത് പറഞ്ഞത് പിയാഷെയാണ്. ഓപ്ഷൻ എ. ഇൻക്ലൂസീവ് ക്ലാസ് റൂമിൻ്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത താഴെ പറയുന്നതിൽ ഏതാണ്? നിങ്ങളൊന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ആൻസർ കണ്ടുപിടിച്ചോ കേട്ടോ. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് ആദ്യം വരേണ്ടത് ഒരു ക്ലാസ് റൂമും അവിടെ എല്ലാ തരത്തിലുള്ള കുട്ടികളും, അവിടെ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, ഫിസിക്കലി മെൻ്റലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, അതുപോലെ സമൂഹത്തിൻ്റെ താഴേക്കിടയിലുള്ള കുട്ടികളുണ്ട്. ജെൻഡറോ അല്ലെങ്കിൽ റിലീജിയനോ കാസ്റ്റോ ഒന്നും നോക്കാതെ എല്ലാ കുട്ടികളും കൂടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു എഡ്യൂക്കേഷനാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ തരത്തിലുള്ള കുട്ടികളുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ മിക്സ്ഡ് ആണ്. അപ്പോൾ തന്നെ നമുക്ക് കിട്ടി ഹെട്രോജീനിയസ് ആണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ്റെ അകത്ത് അത് എവിടെയെങ്കിലും കണ്ടായിരുന്നോ? ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ടീച്ചർ ഓർഗനൈസസ് ദ ക്ലാസ് റൂം വിത്ത് ദ സ്കോപ്പ് ഓഫ് ഹെട്രോജീനിറ്റി ഇൻ ദ ക്ലാസ് റൂം. അപ്പോൾ ടീച്ചറിന് അറിയാം എൻ്റെ ക്ലാസ്സിൽ പലതരത്തിലുള്ള കുട്ടികളുണ്ട്, അവരുടെ ലെവൽസ് വ്യത്യാസമാണ്, ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കണം ഞാൻ ക്ലാസ് റൂം ഓർഗനൈസ് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, കമ്പോണൻ്റ് ഓഫ് കരിക്കുലം ഈസ്, പാഠ്യപദ്ധതിയുടെ ഘടകം താഴെ പറയുന്നതിൽ ഏതാണ്? അധ്യാപന തന്ത്രങ്ങളാണോ, ലക്ഷ്യങ്ങളാണോ, മൂല്യനിർണ്ണയമാണോ? ഇവാലുവേഷൻ, ഒബ്ജക്റ്റീവ്സ്, ടീച്ചിങ് സ്ട്രാറ്റജീസ് എല്ലാം കറക്റ്റ് തന്നെയാണ് അല്ലേ. എല്ലാം കരിക്കുലത്തിൻ്റെ ഘടകങ്ങൾ തന്നെയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദ ഔട്ട്ലൈൻ ഓഫ് ദ കോണ്ടൻറ്റ് ഈസ്. അപ്പം ഔട്ട്ലൈൻ ഓഫ് ദ കോണ്ടൻറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഉള്ളടക്കത്തിൻ്റെ രൂപരേഖ എന്ന് പറയുന്നത് ഏതാണ്? സിലബസ് ആണോ, പ്രോഗ്രാം ആണോ, കോഴ്സ് ആണോ, അല്ലെങ്കിൽ ഇതെല്ലാം കറക്റ്റാണോ? കൂടുതൽ പേര് ഓൾ ഓഫ് ദ എബോയിൽ പോയി കാണും അല്ലേ. അപ്പോൾ അത് തെറ്റാണ്. കോണ്ടൻറ്റിൻ്റെ ഔട്ട്ലൈൻ എന്ന് പറയുന്നത് സിലബസ് ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ലേണിംഗ് മീൻസ്, പഠനം എന്നതുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്? ടീച്ചിങ് പ്രോസസ് ആണോ, കരിക്കുലം ചേഞ്ച് ആണോ, ചേഞ്ച് ഇൻ ബിഹേവിയർ ആണോ, നൺ ഓഫ് ദ എബോ ആണോ? ഏതാണ് കറക്റ്റ് ആൻസർ? ചേഞ്ച് ഇൻ ബിഹേവിയർ ആണ്. അതായത് നമ്മുടെ പെരുമാറ്റത്തിലെ മാറ്റത്തിനെയാണ് നമ്മൾ പഠനം അല്ലെങ്കിൽ ലേണിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വ്യക്തിയുടെ കാറ് അമിത വേഗതയിൽ പിടിക്കപ്പെട്ടതിന് ശേഷം കൊണ്ടുപോകുന്നത് എന്തിന് ഉദാഹരണമാണ്? പോസിറ്റീവ് പണിഷ്മെൻ്റ് ആണോ, നെഗറ്റീവ് പണിഷ്മെൻ്റ് ആണോ, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണോ, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണോ? ഒരിക്കലും അവിടെ റീഇൻഫോഴ്സ്മെൻറ്റ് വരത്തില്ല അല്ലേ. അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് പണിഷ്മെൻ്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ എന്താണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് നെഗറ്റീവ് പണിഷ്മെൻറ്റ്.
ഇപ്പോൾ ക്ലാസ്സിൽ ചിലപ്പോൾ ടീച്ചർ എക്സ്പെരിമെൻറ്റ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാറ്റേൺസോ കാര്യങ്ങളോ ഒക്കെ കൊടുത്തിട്ട് അതിൽ നിന്ന് കുട്ടികൾ എന്ത് ചെയ്യുന്നു, കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുന്നു. ഓർത്ത് നോക്കിയേ, ഉദാഹരണങ്ങളിൽ നിന്ന് കുട്ടി എന്ത് ചെയ്യുന്നു, ഒരു നിഗമനത്തിൽ എത്തിച്ചേരുന്നു. അതിനെ നമ്മൾ എന്താ പറയുന്നത്, ഇൻഡക്റ്റീവ് ആണോ ഡിഡക്റ്റീവ് ആണോ? ആഗമന രീതി അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് റീസണിങ് ആണ് കറക്റ്റ്. അടുത്ത ചോദ്യം, സിദ്ധിശോധകം അല്ലെങ്കിൽ അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൻ്റെ പരിമിതി അല്ലെങ്കിൽ ലിമിറ്റേഷനിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അതായത് കുട്ടിക്ക് കിട്ടുന്ന അച്ചീവ്മെൻറ്റ് ടെസ്റ്റിലെ മാർക്ക് എന്ന് പറയുന്നത് ആ കുട്ടിയുടെ അച്ചീവ്മെൻറ്റ് കറക്റ്റായിട്ട് മെഷർ ചെയ്യണമെന്നില്ല, അതൊരു ലിമിറ്റേഷനാണ്. ടീച്ചിങ്ങിൻ്റെ ഒരു നിലവാരം അല്ലെങ്കിൽ കരിക്കുലത്തിൻ്റെ പൂർത്തീകരണം എന്നീ ഘടകങ്ങളൊന്നും അളക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല, അതും ഒരു ലിമിറ്റേഷനാണ്. നെക്സ്റ്റ്, നമ്മുടെ ടീച്ചിങ് മെത്തേഡ്സിൻ്റെയും ഉള്ളടക്കത്തിൻ്റെയൊക്കെ ഒരു ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നല്ലതാണ്, അതൊരു ലിമിറ്റേഷൻ അല്ല അല്ലേ? അച്ചീവ്മെൻറ്റ് ടെസ്റ്റിനെ പറ്റിയിട്ടുള്ള ലിമിറ്റേഷനിൽ പെടാത്തത് ഓപ്ഷൻ സി ആണ്. ലാസ്റ്റ് വൺ, അച്ചീവ്മെൻറ്റ് സ്കോർസ് ഓഫ് സ്റ്റുഡൻസ് ഡിഫർ ഇൻ സിമിലർ ടൈപ്സ് ഓഫ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്. ഒരേ രീതിയിലുള്ള അച്ചീവ്മെൻറ്റ് ടെസ്റ്റുകൾ നടത്തുമ്പം കുട്ടികൾ എന്ത് ചെയ്യുന്നു, അവർ വാങ്ങിക്കുന്ന സ്കോറുകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, അതും അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൻ്റെ ഒരു ലിമിറ്റേഷനാണ് അല്ലേ? അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ.